ഈ കടന്നു വന്ന നാൾവഴികൾ വളരെ സുഗമമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകണ്ട. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തന്നെയാണ് ഫെഫ്ക ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഫെഫ്കയുടെ ആരംഭകാലത്ത് ബഹുമാന്യനായ ജോഷി സാറൊക്കെ ഇവിടെയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്ര കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ഞാൻ ഓർക്കുന്നു. അതിനെല്ലാം ശേഷം പലതരത്തിലുള്ള വിമർശനം ഫെഫ്ക നേരിട്ടിട്ടുണ്ട്. നമ്മളുടെ 2009 തൊഴിലാളി സംഗമത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോൾ ഈ ഹാളിലെ വീഡിയോയും കണ്ടാൽ നോക്കൂ, എന്ത് ഗംഭീരമായിട്ടാണ് നമ്മളുടെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിച്ചിരിക്കുന്നത്. എല്ലാ മേഖലയിലും സ്ത്രീ സാന്നിധ്യം ഫെഫ്കയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഫെഫ്ക സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ള വിമർശനം പലതവണ ഫെഫ്കയ്ക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, സൈബർ സ്പേസിന്റെ സുഖശീതളമയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. കാരവനകത്തിരുന്നു കൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ഫെഫ്ക അടിസ്ഥാനപരമായും തൊഴിലാളി സംഘടനയാണ്. സ്ത്രീയും പുരുഷനും ക്യൂർ സെക്സ്വാലിറ്റിയും കറുപ്പും വെളുപ്പും ഏതു മതവും ഏതും ജാതിയുമായിക്കോട്ടെ, അതെല്ലാം അവസാനം തൊഴിലാളി എന്ന ഒറ്റ സംവർഗത്തിൽ ഉള്ളൊതുങ്ങി ഒരു മഹാസ്വത്വമായി പരിണമിക്കുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അഭിമാനിക്കുന്നു ഞങ്ങൾ തൊഴിലാളികളാണ് എന്ന് പറയുന്നതിൽ. ഫെഫ്കയുടെ ഏറ്റവും വലിയ സംഭാവന 2008 ഞാനൊരു തൊഴിലാളിയാണ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവർക്ക് ഇന്ന് തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ചു പറയാം, അതെ ഞാനൊരു തൊഴിലാളിയാണ് എന്നുള്ളത്. ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാവരും തൊഴിലാളികളാണ്. തൊഴിലാളികളുടെ ആ ആത്മാഭിമാനത്തിന്റെ പേരാണ് ഫെഫ്ക എന്നത്. ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ആണ് ഫെഫ്ക ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത്. ഇതുവരെ ചെയ്തിരുന്നത്, ഓരോ യൂണിയനും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യുന്നു. 7000-ഉം 8000, ഉദാഹരണം പറഞ്ഞാൽ ഡയറക്ടേഴ്സ് യൂണിയൻ കഴിഞ്ഞ വർഷം അടച്ചത് ആളൊന്നിന് 8500 രൂപയാണ്. 28 ലക്ഷം രൂപയോളം ആ യൂണിയൻ അടയ്ക്കേണ്ടി വന്നു. 1.5 ലക്ഷം രൂപ മാത്രമാണ് പരമാവധി കിട്ടുക. പക്ഷേ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിട്ട് ആ ബില്ല് കൊണ്ട് കൊടുത്താൽ അതിനകത്ത് പലതരത്തിലുള്ള, നിങ്ങൾക്കറിയാം, അത് മുഴുവനും കിട്ടാൻ പോകുന്നില്ല. 20% വരെ അതിനകത്ത് കിട്ടാതെ പോകുന്നുണ്ട്. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ഞങ്ങൾ ആലോചിച്ചു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിഷമം അനുഭവിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ആശുപത്രി ചികിത്സ തേടേണ്ടി വരുമ്പോഴാണ്. അങ്ങനെയാണ് 6 മാസം മുമ്പ് ഫെഫ്കയുടെ മുഴുവൻ സെക്രട്ടറിമാരെയും വിളിച്ചിട്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്വാശ്രയ ബോധമുള്ള ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അവർ വളരെ 6 മാസത്തോളം ഗൃഹപാഠം ചെയ്ത് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. ആളൊന്നിന് 3000 രൂപ വെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെൽഫെയർ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. ഒരു വർഷം ആശുപത്രി ചികിത്സയ്ക്ക് ഒരംഗത്തിന് 3 ലക്ഷം രൂപ വരെ കിട്ടുന്ന പദ്ധതിയാണത്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കിഴിവുകളും ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത് പോലെ ഉണ്ടാവില്ല.